നമസ്കാരം. 2030 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുകയാണ് മൊറോക്കോ. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഈ ഒരു മത്സരത്തിന് വളരെ മുമ്പ് തന്നെ ഇപ്പോൾ വൻതോതിലുള്ള വിവാദങ്ങളും ഉയരുകയാണ്. മൊറോക്കോയിൽ ലോകകപ്പ് ഫുട്ബോളിനോടനുബന്ധിച്ച് 30 ലക്ഷത്തോളം തെരുവ് നായ്ക്കളെ കൊന്നുകളാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ല എങ്കിലും തെരുവ് നായ്ക്കളെ കൂട്ടക്കൊല ചെയ്യുന്നത് ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് മൃഗസ്നേഹികൾ ആരോപിക്കുന്നത്. ആയിരക്കണക്കിന് തെരുവ് നായകളെയാണ് ഇതിനോടകം തന്നെ സർക്കാർ നിയോഗിച്ച ആളുകൾ കൊന്നു തള്ളിയത് എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. 2030 ഫുട്ബോൾ മത്സരം നടക്കാനിരിക്കുന്ന സ്റ്റേഡിയങ്ങൾക്ക് സമീപമുള്ള തെരുവ് നായ്ക്കളെല്ലാം തന്നെ ഇതിനോടകം കൊന്നു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ലോകമെമ്പാടും നിന്നുള്ള ഫുട്ബോൾ പ്രേമികൾ തങ്ങളുടെ രാജ്യത്തേക്ക് എത്തുമ്പോൾ അവിടെ അങ്ങേറ്റം വൃത്തിയുള്ളതായിരിക്കണം എന്ന സർക്കാരിൻ്റെ നിർബന്ധ ബുദ്ധിയാണ് ഇത്തരത്തിൽ നായ്ക്കളെ കൂട്ടക്കൊല ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. നായകളെ അങ്ങേറ്റം ക്രൂരമായ രീതിയിലാണ് കൊല്ലുന്നത് എന്നും മൃഗസ്നേഹികൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. വിഷം കുത്തിവെച്ചും ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തുമാണ് കുറേ നായ്ക്കളെ കൊന്നത്. മാത്രമല്ല ചിലർ തോക്കുമായി സർക്കാർ നിയോഗിച്ചിരിക്കുകയാണെന്ന് ആരോപണമുണ്ട്. ഇവർ തെരുവ് നായ്ക്കളെ നിരന്തരമായി വെടിവെച്ച് കൊല്ലുന്നുണ്ട്. അതുപോലെ നായ്ക്കളെ കുരുക്കിട്ട് പിടിച്ച് കൂട്ടത്തോടുകൂടി വാഹനങ്ങൾ കയറ്റിക്കൊണ്ടുപോയി മറ്റേതോ സ്ഥലത്ത് കൊണ്ടുപോയി കൂട്ടക്കൊല നടത്തുകയാണ് എന്നുമൊക്കെ ഇവർ ആരോപിക്കുന്നു. മൊറോക്കോയിലെ മൃഗസ്നേഹികളുടെ സംഘടന ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കാണിച്ചുകൊണ്ട് ഫിഫ സെക്രട്ടറി ജനറലിന് കത്തയച്ചിരിക്കുകയാണ്. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണം എന്നാണ് ഇവരുടെ ആവശ്യം. മൊറോക്കോയിലേക്ക് ഫുട്ബോൾ മത്സരം കാണാനെത്തുന്നവരിൽ ധാരാളം മൃഗസ്നേഹികളും ഉണ്ടായിരിക്കും എന്ന കാര്യം അവർ കത്തിൽ ഫിഫ സെക്രട്ടറി ജനറലിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഫിഫ അധികൃതർക്കെതിരെ നിയമ നടപടിക്ക് തന്നെ തങ്ങൾ ഒരുങ്ങും എന്നാണ് ഇവർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 2023 മൊറോക്കോയിൽ ലോകകപ്പ് ഫുട്ബോൾ നടക്കുന്നതായി അറിയിപ്പ് വന്നത്. അതിന് തൊട്ട് പിന്നാലെ തന്നെ ഇത്തരത്തിൽ നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കാൻ തുടങ്ങി എന്നാണ് മൃഗസംരക്ഷണ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ സർക്കാർ ഇക്കാര്യത്തിലൊരു നടപടി എടുത്തിട്ടില്ല എന്ന് ജനങ്ങളെ അറിയിച്ചിരുന്നു. നായ്ക്കളെ കൂട്ടക്കൊല നടത്താൻ യാതൊരു തരത്തിലും ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മൊറോക്കൻ സർക്കാർ അന്ന് അറിയിച്ചിരുന്നത്. എന്നാൽ കൂട്ടക്കൊല ഇപ്പോഴും നിർബാധം തുടരുക തന്നെയാണ് എന്നാണ് മൃഗസ്നേഹികൾ ആരോപിക്കുന്നത്. തെരുവ് നായ്ക്കൾ പെറ്റുപെരുകുന്നത് ഒഴിവാക്കാൻ നിരവധി സംവിധാനങ്ങൾ ഇന്ന് ഈ ലോകത്തുണ്ട് എന്ന കാര്യം അവർ സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു. നിരവധി അന്താരാഷ്ട്ര സംഘടനകൾ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. അവരുടെ സഹായത്തോടു കൂടി നായ്ക്കൾ പെറ്റുപെരുകുന്നത് നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ഈ സംഘടനകൾ പറയുന്നത്. അതല്ലാതെ നായ്ക്കളെ കൂട്ടക്കൊല നടത്തിയതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകില്ല എന്നും മൊറോക്കോയിലെ മൃഗസ്നേഹികൾ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ മൃഗസംരക്ഷകർ അയച്ച കത്തുകൾക്കൊന്നും തന്നെ ഫിഫ സെക്രട്ടറി ജനറൽ മത്യാസ് ഗ്രാഫ്സ്ട്രോങ് ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഫിഫയെ സംബന്ധിച്ച് ഒരു രാജ്യത്ത് ഒരു മത്സരം നടക്കുമ്പോൾ അതിൻ്റെ മറ്റ് സാങ്കേതിക സംവിധാനങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കാം പൊതുവെ അവരുടെ സർക്കാരും അധികൃതരും മറ്റുമായൊക്കെ തന്നെ ചർച്ച നടത്തുക. ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഫിഫ നേടാൻ പോകുന്നത്. ഇക്കാര്യത്തിൽ ഫിഫയ്ക്ക് നേരിട്ട് യാതൊരു പങ്കുമില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. മൊറോക്കോയിലെ സർക്കാർ തന്നെയാണ് തങ്ങളുടെ രാജ്യം അങ്ങേറ്റം വൃത്തിയുള്ളതാണ് എന്ന് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ പ്രേമികളെത്തുമ്പോൾ അവരെ കാണിക്കുന്നതിന് വേണ്ടി അത്രയും വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. എങ്കിലും ഇത്തരത്തിൽ തെരുവ് നായ്ക്കളെ കൊന്നുകൊണ്ട് ഈ ഒരു മത്സരം നടത്തുകയാണെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് ഇപ്പോൾ മൃഗസ്നേഹികളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളോടും അതുപോലെ മൃഗ സംരക്ഷക സംഘടനകളോടൊക്കെ തന്നെ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണം എന്നാണ് മൊറോക്കോയിലെ മൃഗ സംരക്ഷണ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി തന്നെ രംഗത്തെത്താനാണ് അവരുടെ നീക്കം. ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് ഇനിയും വർഷങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് 30 ലക്ഷത്തോളം തെരുവ് നായ്ക്കളെ ഇവർ കൊല്ലും എന്ന് തന്നെയാണ് മൃഗസ്നേഹികൾ ഭയപ്പെടുന്നത്.